ഒരു വീഡിയോ തയ്യാറാക്കി അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ഇൻസ്റ്റാഗ്രാം വഴി ഈ നാടിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ് RSSന്റെ ശാഖയിൽ കൂടി നടക്കുന്നത് എന്ന്. അങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട ഇടമായിട്ടുള്ള RSSന്റെ ശാഖ ഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സയെ പോലെയുള്ള നരാധവന്മാർക്ക് ഊർജം കൊടുത്തതാണ് RSSന്റെ ശാഖയിലെ കാര്യങ്ങൾ. അങ്ങനെ ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരിടത്ത് ആ ശാഖ ആരംഭിക്കുമ്പോൾ അവർ പാടുന്ന ഗാനം ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തിന് പകരം വെക്കാൻ ഒരു RSSനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് DYFI പറയുന്നത്. ശക്തമായി പ്രതിഷേധിക്കുകയാണ്. RSS വൽക്കരണത്തിനെതിരായുള്ള സമരം രാജ്യവ്യാപകമായി DYFI ശക്തിപ്പെടുത്തും. ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ DYFI പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ദേശീയ ഗാനം ആലപിക്കുകയെല്ലാം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്നും RSSനെതിരായിട്ടുള്ള ആശയപരമായിട്ടുള്ള സമരം പല രൂപത്തിലും മുന്നോട്ട് പോവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം ദേശീയ ഗാനം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ അസംബ്ലി അതിനകത്ത് നടന്ന ചർച്ചകൾ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിവിധ കാര്യങ്ങളിൽ ഹിന്ദുത്വ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് അവർക്ക് പല സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിന് സമന്വിതരായ നേതൃനിര ആ ഹിന്ദുത്വവൽക്കരണത്തെ, ആ മതവൽക്കരണത്തെ, ആ വർഗീയ അജണ്ടയെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ആധുനിക ഇന്ത്യ കെട്ടിപ്പടുത്തത്, ആധുനിക ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്. ആ ഭരണഘടനയാണ് അട്ടിമറിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇവിടെ എന്താ ദേശീയ ഗാനം ആലപിച്ചാൽ കുഴപ്പം? അല്ലെങ്കിൽ മറ്റ് ദേശഭക്തി ഗാനങ്ങൾ വേറെയുമുണ്ടല്ലോ രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചത്, അതല്ലേ ഇവിടെ ആലപിക്കേണ്ടത്? യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചരിത്രമുണ്ടോ RSSന്? ഇപ്പോൾ വലിയ ദേശഭക്തിയെക്കുറിച്ചാണ് കേന്ദ്രമന്ത്രിമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപിയോട്, മറ്റേ കുര്യൻ കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ദേശഭക്തിയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ആരാണ്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എങ്ങനെ മറച്ചു നോക്കിക്കഴിഞ്ഞാലും അതിലെ ഒരു പേജിൽ, ഒരു വരിയിൽ പോലും ഈ ഹിന്ദുത്വ സംഘടനകളോ RSSോ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപെടലിൻ്റെ ചരിത്രം കാണാൻ വേണ്ടി കഴിയുമോ? മാപ്പെഴുതി കൊടുത്തതിന് ചരിത്രമല്ലാതെ. ഇപ്പം മാപ്പെഴുതി കൊടുത്ത പാരമ്പര്യമുള്ള ആളുകൾ ഈ രാജ്യത്ത് ദേശീയ ഗാനം മാറ്റിയിട്ട് ദേശഭക്തി ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമന്വിതരായ നേതൃത്വം അംഗീകരിച്ച ദേശീയ ഗാനം ഇവിടെയുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമന്വിതരായ നേതൃത്വം ആ പോരാട്ടത്തിൻ്റെ നാളുകളിൽ രാജ്യത്തെ ജനങ്ങളെയാകെ ഇളക്കിമറിക്കാൻ, ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തി പോരാട്ടത്തിലേക്ക് ആളുകളെ നയിക്കാൻ ഉപയോഗിച്ച എത്രയെത്ര ദേശഭക്തി ഗാനങ്ങൾ ഇവിടെയുണ്ട്. ആ ദേശഭക്തി ഗാനങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് RSSന്റെ ഗണഗീതം ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് RSS വൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ട സന്ദർഭമാണ്. സത്തേൺ റെയിൽവേ ഇത്തരം നടപടികളിൽ നിന്നും പിൻവാങ്ങേണ്ടതുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് DYFIക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ജോർജ് കുര്യൻ പറയുന്നത് ഇതിന്റെ ആശയത്തിൽ എവിടെയും RSSനെ കുറിച്ചില്ല, ഇതൊരു ദേശഭക്തിയാണ്, ആ രീതിയിലാണ് ഇത്. ഈ ഗണഗീതം എന്ന് പറഞ്ഞാൽ RSSന്റെ ശാഖയിൽ പാടുന്ന ഗാനമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ലല്ലോ. ഞാനതാ പറഞ്ഞത്, ദേശഭക്തി ഗാനത്തെക്കുറിച്ച് പറയാൻ ഇവർക്കെന്താ യോഗ്യത? ദേശീയ ഗാനം വേണ്ട എന്ന് പറഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ യുവാക്കളെ, നിങ്ങൾ അതിനകത്ത് പോയി സമയം കളയണ്ട, ഊർജം കളയണ്ട. നിങ്ങളുടെ ശ്രദ്ധ മുസ്ലിങ്ങൾക്കെതിരായി, നിങ്ങളുടെ ശ്രദ്ധ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി, നിങ്ങളുടെ പോരാട്ടം ക്രിസ്ത്യാനികൾക്കെതിരായി, ഈ 3 ആഭ്യന്തര ശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് നിങ്ങൾ മുതിരേണ്ടത്. നിങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ആശയത്തെ മുൻനിർത്തി സമരം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞതാണ് ജോർജ് കുര്യൻ്റെ പൂർവികർ. ആ പാരമ്പര്യത്തെയാണ് ജോർജ് കുര്യൻ ഇവിടെ പിൻപറ്റുന്നത്. ജോർജ് കുര്യൻ അത്തരം തെറ്റുകൾ ആദ്യം തിരുത്തിയിട്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് തെറ്റായിപ്പോയി, ആ ചരിത്രം ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ജോർജ് കുര്യൻ്റെ ഏതെങ്കിലും ഭാഗത്തെ നമുക്ക് നോക്കാം. ഇത് അങ്ങനെയല്ല. ഇവർ ചില വാക്കുകളും വരികളും എടുത്തിട്ട് ഇത് നല്ല വരിയല്ലേ, ഇത് നല്ല വാക്കല്ലേ, ഈ വാക്കിൽ കുഴപ്പമുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. ആത്യന്തികമായി അതെന്താണ് എന്നുള്ളതാണ്. ആത്യന്തികമായി രാജ്യത്ത് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കാൻ, രാഷ്ട്രപിതാവിനെ കൊന്നതിനെ ന്യായീകരിക്കുന്ന പ്രസ്ഥാനം,
അപ്പം അത്തരം ആശയങ്ങൾ മാത്രമാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അത്തരം ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായിട്ടുള്ള ശാഖയിൽ അവർ ഉപയോഗിക്കുന്ന ഈ ഗണഗീതത്തെ തൽക്കാലം ദേശഭക്തി ഗാനമായി അംഗീകരിച്ച് തരാൻ ഈ മതനിരപേക്ഷ ഇന്ത്യ തയ്യാറല്ല എന്നാണ് കുര്യനോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഇത് കുട്ടികൾ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ചൊല്ലിയതാണ്, നിഷ്കളങ്കമായി കാണണം, തീവ്രവാദ ഉള്ള ഗാനമൊന്നുമല്ലല്ലോ, സംഗീതത്തിന് ജാതി മതമില്ല എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സംഗീത അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടികൾ ഇങ്ങനെ നിഷ്കളങ്കമായി ചൊല്ലിയതല്ല. കുട്ടികളെ കുറ്റം പറയാൻ കഴിയില്ല, കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചതാണ്. അപ്പം അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനെ വമ്പത്തരമായി, അതിനെ വലിയ കേമത്തരമായിട്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുകയാണ്. അത് കേമത്തരമല്ല, അതെല്ലാം അല്പത്തരമാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞാലൊന്നും ഇത് ആളുകൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ആത്യന്തികമായ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. RSSന്റെ ഈ ഗണഗീതം അത് RSSന്റെ ശാഖയിൽ പാടിയാൽ മതി. രാജ്യത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പൊതു ചടങ്ങുകളിൽ RSSന്റെ ഗണഗീതം പാടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അപ്പം അത് ശക്തമായ ജനവികാരം, ശക്തമായ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിരോധം ഉയർന്നു വരേണ്ട സന്ദർഭമാണ്. ഇത് ചെറിയ സൂചനയല്ല, ഇത് ദേശീയ ഗാനത്തിന് പകരം കൊണ്ടുവരാനുള്ള നീക്കമാണ്. ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൾ പറയുന്നത് പിന്നെ റെയിൽവേ അല്ല ഇത് ആവശ്യപ്പെട്ടത്, പരിപാടിക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ആളുകളാണ് ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിന്റെ പേരിൽ കുട്ടികളുടെ ചിത്രങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു, സ്കൂളിനെതിരെ സൈബർ ആക്രമണം, അതുകൂടെ എതിർക്കപ്പെടണം. അതായത് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അന്വേഷണം അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ. കാരണം കുട്ടികളെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. കുട്ടികൾ അതിനകത്ത് നിരപരാധികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത് പാടാൻ ഇടയായത്, ആരാണ് നിർബന്ധിച്ചത്, അത് മറ്റ് സംശയമൊന്നുമില്ല. പക്ഷേ ഔദ്യോഗികമായിട്ടൊരു നടപടിക്രമം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് അത് അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് മുമ്പിലുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ RSS വളരെ ബോധപൂർവം ഈ കുട്ടികളെ ഇതിന് ഉപയോഗപ്പെടുത്തി ഇതിന് വേറൊരു തലത്തിലേക്ക് ഈ ചർച്ച വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചത് അത്ര നിഷ്കളങ്കമായ കാര്യമല്ല. അതിന് പിന്നിൽ RSS വത്കരണം എന്ന അജണ്ട മാത്രമാണുള്ളത്. അതിനെ ഏതു വിധേനയും ഡിവൈഎഫ്ഐ പ്രതിരോധിക്കും. ദേശീയ തലത്തിൽ വരെ പ്രതിഷേധങ്ങൾ നടത്തും. അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ആ കുട്ടികൾ നിഷ്കളങ്കരാണ്, പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഉദ്ദേശശുദ്ധിക്കാണ് പ്രശ്നമുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു.